ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ബാത്റൂമിൻ്റെ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് PPR ആണ്. PPR PN20 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്വാമാക്സ് ഡൈവേർട്ടറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് സീലിൻ്റെ ചുറ്റേണ്ട കാര്യങ്ങളും അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഒരു റിവ്യൂ, അതായത് ഒരു ചെറിയ ഒരു പരിചയപ്പെടുത്തൽ മാത്രം. അപ്പോൾ നമ്മൾ ഒട്ടിക്കാനായിട്ട് എടുക്കുന്ന പോയിൻ്റ് എൽബോ അതുമാതിരി പൈപ്പിലൊക്കെ നമ്മൾ ഒരു ചെറിയ നമ്മൾ ആ എൽബോൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഡയമീറ്റർ ചെറുതായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം മാർക്കറും കൊണ്ട്. ആ മാർക്ക് ചെയ്തിട്ട് മെയിലും ഫീമെയിലിലും നമ്മൾ ഫ്യൂഷൻ വെൽഡിങ് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കയറുന്ന അടയാളം കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇത് പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 10-15 സെക്കൻഡുകൾക്കുള്ളിൽ ഇത് ഫ്യൂഷൻ പൈപ്പ് ഉരുകുന്നതാണ്. ഉരുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് എടുത്തിട്ട് ഇതിന് ടൈമിംഗ് ഉണ്ട് കേട്ടോ. അതായത് ഒരു 10 സെക്കൻഡൊക്കെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആ ബ്ലാക്ക് ഷെയ്ഡ് ഒന്നായിട്ട് ഉരുകാതെ ഇതിൽ ഹീറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ബ്ലാക്ക് ഷെയ്ഡ് ഒന്നായിട്ട് നന്നായി ഉരുകി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഉള്ളിൽ ഡയമീറ്റർ കുറയും. നമ്മൾ ഇത് പൈപ്പ് മെയിലും ഫീമെയിലും കൂടി ഉരുക്കി കയറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡയമീറ്റർ കുറയും ആ ബൾജായിട്ട്. അപ്പോൾ മാക്സിമം ആ പുറം ഷെയ്ഡ് ഒന്ന് ഉരുകി സെറ്റായി കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആകാത്ത രീതിയിൽ ഒരു 260 നമ്മൾ വെക്കുന്നത്. 270 വെക്കാം. വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് അനുസരിച്ചൊക്കെ നമ്മൾ സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ അതുമാതിരി കട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു കട്ടറൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിത് ഒരുപാട് കട്ടറുകളുണ്ട്. കട്ടറൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോവും. അപ്പോൾ അതിനനുസരിച്ച് നല്ല കട്ടറൊക്കെ മേടിച്ചിട്ട് ഓട്ടോമാറ്റിക് കട്ടർ തന്നെ മേടിക്കുക. മാനുവലി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ MTൻ്റെ സൈഡൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ഒട്ടിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ആ ലെവൽ ചെയ്തിട്ട് പിന്നെ ഒരു MTയെ ഒരു സ്പെയർ ആക്കിയിട്ട് ഒന്ന് തൂക്ക് നോക്കുക കറക്റ്റ്. ഇത് ചെരിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ടൈലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് നമുക്കൊരു ഹാൻഡ് ഷവർ വരുന്നതാണ്. ഇത് ഹാൻഡ് ഷവറും ആക്കാം, അതല്ലെങ്കിൽ ഒരു ബോഡി ജെറ്റൊക്കെ ആക്കി മാറ്റാം. ഇനിയിപ്പോൾ ഇതിനെ തന്നെ 4 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രഷർ പമ്പൊക്കെ വെച്ച് കൊടുക്കണം എന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സീലിങ്ങിലാണ് ഷവർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി തൂക്കിയിടുകയാണ്. ഇനി ലാസ്റ്റ് ജിപ്സൺ അടിച്ചതിന് ശേഷം മാത്രമാണ് ആ മെയിൽ MTയെ നമ്മൾ ഇതിന്മേൽ ഫിക്സ് ആക്കുക. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് രണ്ട് ബാത്റൂം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ അടുത്ത ബാത്റൂമിൻ്റെ വീഡിയോ ആയിട്ട് കാണാം.